സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഗ്രേഡ് 1 എക്സാമിൻ്റെ റിവിഷൻ സീരീസ് 7 ആണ് അല്ലേ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മുന്നേ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഓൾറെഡി ഈ ഒരു ഗ്രേഡ് 1ൻ്റെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മളെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഗ്രേഡ് 1 എക്സാമിൻ്റെ റിവിഷൻ സീരീസ് ഓരോ മൊഡ്യൂൾസ് പ്രകാരം തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 1 and 2 ആണ് അല്ലേ. 1 and 2 എന്ന് കമ്പൈൻ ചെയ്ത് പറയാൻ കാരണം നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാവും. 1 and 2 സർവേ തന്നെയാണ് അല്ലേ. സർവേയിലെ ഓരോ പോർഷൻസ് ആണ് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1 നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. മൊഡ്യൂൾ 2 നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് കവർ ചെയ്ത് കഴിയുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ഉണ്ടാവും. ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാം. ഇത് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ പഠിച്ചിട്ട് വന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ എഫക്റ്റീവ് ആവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന പോർഷൻസ് അല്ലേ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് സർവേയിലെ തന്നെ സർവേ ആണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് വരുന്നത്. സർവേയിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് GPS, പിന്നെ അതുപോലെ തന്നെ ഏതാണ് GPS, EDM, പിന്നെ നമ്മൾ RS അല്ലേ. RS എന്ന് പറഞ്ഞാൽ റിമോട്ട് സെൻസിങ്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളെ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കിയാലോ. മൊഡ്യൂൾ 1 നമ്മൾ ഓൾറെഡി കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 2 നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, തിയോഡലൈറ്റ്, ടാക്യോമെട്രി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കേവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ നമുക്ക് ഈ ഒരു ലാസ്റ്റ് പോർഷനിൽ ഇതാണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The different parts of equipments like electronic theodolite, total station നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ടോട്ടൽ സ്റ്റേഷൻ ആൻഡ് GPS uses and advantages of electronic theodolite, total station and GPS, remote sensing and its application in civil engineering field, the fundamentals of GPS, receiving, observation and the transformations of GPS results അല്ലേ. അപ്പം ഇത്രയാണ് നമുക്ക് പറയുന്നത്. 2 മൊഡ്യൂളിനും കൂടിയായിട്ട് 20 മാർക്കിനാണ് നമുക്ക് സർവേയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഏരിയ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോഡേൺ സർവേ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതാം അല്ലേ. മോഡേൺ സർവേയിലെ ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് ഇപ്പോൾ എടുക്കാനുള്ളത് കംപ്ലീറ്റ്. മോഡേൺ സർവേ, ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ മോഡേൺ സർവേയിൽ ഫസ്റ്റ് നമുക്ക് GPS നോക്കാം അല്ലേ. GPS നോക്കാം. GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ. ഇതാണ് നമുക്ക് GPS എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ നമ്മൾ GPS യൂസ് ചെയ്തിട്ട് എന്താണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ GPS യൂസ് ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടുക. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. വേർ ഓൺ എർത്ത് ആം ഐ അല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് GPS വഴി ആൻസർ കിട്ടുക അല്ലേ. നമ്മൾ എവിടെയാണെന്നുള്ളതിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, GPS ഡെവലപ്ഡ് ബൈ US ആണ് അല്ലേ. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ് GPS ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ GPS ലോഞ്ച് ചെയ്തിട്ടുള്ള ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1973 ആണ് അല്ലേ. 1973 ആണ് GPS ലോഞ്ച് ചെയ്തിട്ടുള്ള ഇയർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് GPS റിലേറ്റ് ചെയ്തിട്ടുള്ള നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട പോർഷൻ അല്ലേ. നെക്സ്റ്റ് നോക്കേണ്ട പോർഷനാണ് കോമ്പോണൻസ് ഓഫ് GPS. കോമ്പോണൻസ് ഓഫ് GPS ആണ്. എത്ര സെഗ്മെൻ്റ് ആണുള്ളത് കോമ്പോണൻസ് ഓഫ് GPSൽ? 3 സെഗ്മെൻറ്റ്സ് ആണല്ലേ ഉള്ളത്. 3 സെഗ്മെൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് ആ സെഗ്മെൻറ്റ്സ് കോമ്പോണൻസ് ഓഫ് GPSലുള്ള 3 സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് സ്പേസ് സെഗ്മെൻ്റ് ആണ് അല്ലേ. ഫസ്റ്റ് വൺ പറയുന്നത് സ്പേസ് സെഗ്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ പറയുന്നത് ഏതാണ്? സെക്കൻഡ് വൺ പറയുന്നത് കൺട്രോൾ സെഗ്മെൻ്റ് ആണ് അല്ലേ. സെക്കൻഡ് വൺ പറയുന്നത് കൺട്രോൾ സെഗ്മെൻ്റ് ആണ്. അതുപോലെ തേർഡ് വൺ ആണെങ്കിലോ, തേർഡ് വൺ പറയുന്നത് ഏതാണ്? യൂസർ സെഗ്മെൻ്റ് ആണ് അല്ലേ. യൂസർ സെഗ്മെൻ്റ് ആണ്. അപ്പം ഇതാണ് 3 സെഗ്മെൻറ്റ്സ് ഇൻ
അല്ലെങ്കിൽ കോമ്പോണൻസ് ഓഫ് GPS-ന്റെ 3 സെഗ്മെന്റ്സ് അല്ലേ. അപ്പം അത് നോക്കി വെക്കുക. ഏതൊക്കെയാണ്? സ്പേസ് സെഗ്മെന്റ്, സെക്കൻഡ് വൺ കൺട്രോൾ സെഗ്മെന്റ്, യൂസർ സെഗ്മെന്റ്. അപ്പോൾ ഈ ഒരു സ്പേസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പേസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് എർത്ത് അല്ലേ, ഈ ഒരു എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്ന ആ ഒരു സാറ്റലൈറ്റ്സിന് അല്ലേ, അതിനെയാണ് നമ്മൾ സ്പേസ് സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സെഗ്മെന്റ്സ് ആണെങ്കിലോ കൺട്രോൾ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മോണിറ്ററിങ്, അതുപോലെ തന്നെ കൺട്രോളിങ്, മെയിൻറ്റെയിനിങ് ദ സാറ്റലൈറ്റ്സ് ഇൻ ഓർബിറ്റ് അല്ലേ. അപ്പം ഇതാണ് നമുക്ക് കൺട്രോൾ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ യൂസർ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ യൂസർ സെഗ്മെന്റ്സിലേക്ക് വരുന്ന സമയത്ത് ഓൾ യൂസേഴ്സ് അല്ലേ, ഓൾ യൂസേഴ്സ് ഓഫ് ദി GPS സിഗ്നൽസ് ആണ് ഈ ഒരു യൂസർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോട്ടിൽ പോകുന്നവർ, അതുപോലെ തന്നെ പൈലറ്റ്സ് ഒക്കെ നോക്കും അല്ലേ. അങ്ങനെ ആരൊക്കെയാണോ ഇത് യൂസ് ചെയ്യുന്നത് അവരാണ് ആ ഒരു യൂസർ സെഗ്മെന്റ്സിൽ വരിക. മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സയന്റിഫിക് കമ്മ്യൂണിറ്റി ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ യൂസർ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം ഏതൊക്കെ സെഗ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് നോട്ടായിട്ട് എഴുതാം. ഫസ്റ്റ് സ്പേസ് സെഗ്മെന്റ് അല്ലേ. സ്പേസ് സെഗ്മെന്റിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. സ്പേസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സ്പേസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് എർത്ത് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സ്പേസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് സെഗ്മെന്റിൽ എത്ര സാറ്റലൈറ്റ്, അറ്റ്ലീസ്റ്റ് എത്ര സാറ്റലൈറ്റ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 സാറ്റലൈറ്റ്സ് ആണ് കേട്ടോ. 24 സാറ്റലൈറ്റ്സ് ആണ് സ്പേസ് സെഗ്മെന്റിൽ വേണ്ടത്. അതിൽ 21 ആക്റ്റീവ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സും പ്ലസ് 3 സ്പെയർ ആയിട്ട് വെക്കുന്ന സാറ്റലൈറ്റ്സും ആയിരിക്കും ഉണ്ടാവുക. അപ്പം 21 + 4 24 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതുപോലെ തന്നെ ദി സെഗ്മെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ 6 ഓർബിറ്റ്സ് ആണ്. 6 ഓർബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സാറ്റലൈറ്റ്സ് ഇൻ ഈച്ച് ഓർബിറ്റ്. 24 ആവുമല്ലോ. അപ്പോൾ നമുക്ക് ദി സെഗ്മെന്റ്സ് are arranged in 6 ഓർബിറ്റ് അല്ലേ. 6 ഓർബിറ്റ് എന്ന് പറയുന്ന സമയത്ത് 4 സാറ്റലൈറ്റ്സ് ഇൻ ഈച്ച് ഓർബിറ്റ് എന്നുള്ളത് ഓർക്കുക. പിന്നെ നമുക്ക് ഇവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൽ നിന്നും എത്ര കിലോമീറ്റർ ദൂരത്തിലാണല്ലോ ഈ ഒരു സാറ്റലൈറ്റ്സ് ഉള്ളത് എന്ന്. അപ്പം എത്രയാണുള്ളത്? ഓർബിറ്റ് at 20,200 കിലോമീറ്റർ ആണ് കേട്ടോ. കിലോമീറ്റർ ടു 26,000 കിലോമീറ്റർ എബോ എർത്ത് ഓർബിറ്റ് ആണ് ഈ ഒരു സ്പേസ് സെഗ്മെന്റ്സ് ഉണ്ടാവുക. അപ്പം അത്രയാണ് നമുക്ക് സ്പേസ് സെഗ്മെന്റ്സിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ സ്പേസ് സെഗ്മെന്റ്സിനെ നമ്മൾ വീണ്ടും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ഓർബിറ്റിനെ ബേസ് ചെയ്തിട്ട്. എന്തൊക്കെയാണ്? ലിയോ, അതുപോലെ തന്നെ മിയോ, ഹിയോ എന്നുള്ള രീതിയിൽ. എന്താണ് ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എർത്ത് ഓർബിറ്റ് ആണ്. മിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീഡിയം എർത്ത് ഓർബിറ്റ് ആണ്. ഹിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എർത്ത് ഓർബിറ്റ് ആണ്. അത് ഓർബിറ്റിൻ്റെ ആ ഒരു പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ്. ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോ അല്ലേ. അതെവിടെയാണ് ഉണ്ടാവുക? കൺസിസ്റ്റ് ഓർബിറ്റ് അറ്റ് 2000 കിലോമീറ്റർ എബോ എർത്ത് സർഫസ് ആണ്. എബോ എർത്ത് സർഫസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലിയോ എന്ന് പറയുന്നത്, ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഓർബിറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് 20,200 കിലോമീറ്റർ ടു 26,000 വരെ ആണെങ്കിൽ അതിനെ നമ്മൾ മിയോ എന്ന് പറയും, മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ ഹൈ എർത്ത് ഓർബിറ്റ് അല്ലേ, 36,000 കിലോമീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ ഹിയോ ഓർബിറ്റ് എന്ന് പറയും, അതായത് ഹൈ എർത്ത് ഓർബിറ്റ് അല്ലേ. ഇത്രയാണ് നമ്മൾ ഈ ഒരു സ്പേസ് സെഗ്മെന്റ്സിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഏതാണ്? കൺട്രോൾ സെഗ്മെന്റ് അല്ലേ. സെക്കൻഡ് വൺ ആണ് കൺട്രോൾ സെഗ്മെന്റ് ആണ്.
കൺട്രോൾ സെഗ്മെന്റിൽ നമ്മൾ പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് പറയാനുള്ളത്? കൺട്രോൾ സെഗ്മെന്റിൽ മോണിറ്ററിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. മോണിറ്ററിങ്, കൺട്രോളിങ്, മെയിൻറ്റെയിനിങ് സാറ്റലൈറ്റ് ഓർബിറ്റ് അല്ലേ, അതിനെയാണ് നമ്മൾ കൺട്രോൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് വൺ നോക്കാനുള്ളത് ഏതാണ്? യൂസർ അല്ലേ. യൂസർ സെഗ്മെന്റ് ആണ് തേർഡ് വൺ. യൂസർ സെഗ്മെന്റ്. യൂസർ സെഗ്മെന്റിൽ എന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? കൺസിസ്റ്റ് all users of GPS signal അല്ലേ. GPS signals ആരൊക്കെയാണ് അധികം യൂസ് ചെയ്യുന്നത്? പൈലറ്റ്, പിന്നെ അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ്, മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, എക്സെട്ര. അപ്പം ഇതാണ് യൂസർ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെ സെഗ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കോമ്പോണൻസ് ഓഫ് GPS എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്പേസ് സെഗ്മെന്റ് പറഞ്ഞു, കൺട്രോൾ സെഗ്മെന്റ് പറഞ്ഞു, യൂസർ സെഗ്മെന്റ് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് GPS ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈലാറ്ററേഷൻ ആണ് കേട്ടോ. അപ്പം അതും കൂടെ നോക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് GPS. GPS-ന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രൈലാറ്ററേഷൻ ആണ്. നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അല്ലേ. നെക്സ്റ്റ് എന്താണ് നോക്കാനുള്ളത്? നെക്സ്റ്റ് നമുക്ക് ഈ ഒരു GPS-ന്റെ തന്നെ മെത്തേഡ്സ് അല്ലേ, മെത്തേഡ്സ് ഓഫ് മെഷറിങ് GPS ആണ്. മെത്തേഡ്സ് ഓഫ് GPS മെഷർമെന്റ്സ് അല്ലേ. അപ്പം അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. മെത്തേഡ്സ് ഓഫ് GPS മെഷർമെന്റ്സ് അല്ലേ. ഏതൊക്കെയാണ് വരുന്നത് മെത്തേഡ്സ് ഓഫ് GPS മെഷർമെന്റിൽ? ഫസ്റ്റ് വൺ ആണ് അബ്സല്യൂട്ട് പൊസിഷനിങ് മെത്തേഡ് അല്ലേ. ഫസ്റ്റ് വൺ ഏതാണ്? അബ്സല്യൂട്ട് പൊസിഷനിങ് മെത്തേഡ് ആണ് പറയുന്നത്. അബ്സല്യൂട്ട് പൊസിഷനിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു അബ്സല്യൂട്ട് പൊസിഷനിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഫോം ഓഫ് GPS ആണ്. ഇതിൽ ഉണ്ടാവുക ഒരു സിംഗിൾ GPS റിസീവർ ആയിരിക്കും. എന്നിട്ട് ആ ഒരു സിംഗിൾ GPS റിസീവർ ചെയ്യുന്നത് ഈ ഒരു 4 സാറ്റലൈറ്റിൽ അറ്റ്ലീസ്റ്റ് 4 സാറ്റലൈറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുവഴി കിട്ടുന്ന ആ ഒരു മെഷർമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിസ്റ്റൻസും ടൈമും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു അബ്സല്യൂട്ട് GPS സിസ്റ്റം എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് GPS മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് പൊസിഷനിങ് മെത്തേഡിൽ അബ്സല്യൂട്ട് പൊസിഷനിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോം ആണ് അല്ലേ. സിംപ്ലസ്റ്റ് ഫോം ഓഫ് GPS ആണ്. അതുപോലെ തന്നെ എത്ര റിസീവർ ആണുള്ളത്? സിംഗിൾ റിസീവർ ആണ് അല്ലേ. സിംഗിൾ GPS റിസീവർ ആണ് ഉണ്ടാവുക. അതുപോലെ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു റിസീവർ കാൽക്കുലേറ്റ് അല്ലേ. ഇവിടെ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവർ കാൽക്കുലേറ്റ്സ് its position by measuring the distance and time from at least 4 satellite line. അപ്പം അതാണ് നോക്കേണ്ടത്. അതാണ് നമ്മൾ അബ്സല്യൂട്ട് പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ജസ്റ്റ് ഒന്ന് പിക്ചറിലൂടെ കാണിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ GPS റിസീവർ ആണെങ്കിൽ 4 പോയിന്റ്സ് ഉണ്ടാവും അല്ലേ. ഒരു 4 പോയിന്റ്സ് ഒന്നും നമ്മൾ ഇൻഫർമേഷൻ എടുത്തിട്ട് അൺനോൺ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യും അല്ലേ.
അപ്പം അതാണ് നമ്മൾ ഈ ഒരു അബ്സല്യൂട്ട് പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് റിലേറ്റീവ് പൊസിഷനിങ് സിസ്റ്റം ആണല്ലോ നോക്കാനുള്ളത്. എന്താണ് റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡ് അല്ലേ. റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡ് ഒന്നുമില്ല, സിമ്പിൾ തന്നെയാണ്. നമ്മൾ നോൺ പോയിന്റ് വെച്ചിട്ട് അൺനോൺ പോയിന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് പൊസിഷൻ ഓഫ് റിസീവർ അറ്റ് അൺനോൺ പോയിന്റ് ഈസ് determined with respect to a receiver at non point അല്ലേ. അപ്പം ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇത്രയാണ് നമുക്ക് GPS-ൽ മെത്തേഡ്സ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പം ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അധികവും ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് തന്നെ ക്ലിയർ ചെയ്യുക ഒരു ഏരിയാസ്. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്ന ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിലബസിൽ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പറ്റുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തന്നെ പഠിക്കുക. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ മാത്രം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലും കുറേ കാര്യങ്ങൾ നമുക്ക് GPS-ൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇയേഴ്സ് ആണെങ്കിലും ഒക്കെ കുറച്ചുകൂടി അധികം പഠിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ GPS-ൽ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? വേർ ഓൺ എർത്ത് ആം ഐ അല്ലേ, നമ്മൾ ആ ഒരു എർത്തിൽ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് അല്ലേ. അതിനാണ് നമ്മൾ GPS യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ GPS-ൽ എന്തൊക്കെ സെഗ്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? സ്പേസ് സെഗ്മെന്റ് ഉണ്ട്, കൺട്രോൾ സെഗ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ യൂസർ സെഗ്മെന്റ് ഉണ്ട് അല്ലേ. സ്പേസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് എർത്ത് ആണ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സ്പേസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ 24 സാറ്റലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 6 ഓർബിറ്റ് അല്ലേ, 4 സാറ്റലൈറ്റ്സ് ഇൻ ഈച്ച് ഓർബിറ്റ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസ്റ്റൻസ് പറഞ്ഞു അല്ലേ, ലിയോ, മിയോ, ഹിയോ എന്ന് പറഞ്ഞിട്ട്. ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എർത്ത് ഓർബിറ്റ് ആണ്. ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് കൺസിസ്റ്റന്റ് ഓർബിറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് 2000 കിലോമീറ്റർ എബോവ് എർത്ത് സർഫസ് ആണെങ്കിൽ അത് നമ്മൾ ലിയോ എന്ന് പറയും. മിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം എർത്ത് ഓർബിറ്റ് അല്ലേ. എവിടെയാണ് ഓർബിറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? 20,200 കിലോമീറ്റർ ടു 26,000 കിലോമീറ്റർ എബോവ് എർത്ത് സർഫസ് ആണെങ്കിൽ അത് നമ്മൾ മിയോ എന്ന് പറയും. പിന്നെ ഹിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എർത്ത് ഓർബിറ്റ് അല്ലേ. 36,000 കിലോമീറ്ററിന് മുകളിലാണ് ഓർബിറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹിയോ എന്ന് പറയും. പിന്നെ നമുക്ക് ഏതാണ് കൺട്രോൾ സെഗ്മെന്റ്സ് നോക്കണം അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പേസ് സെഗ്മെന്റ് ആണ്. കൺട്രോൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൺട്രോളിങ് മെയിൻറ്റെയിനിങ് സാറ്റലൈറ്റ് ഓർബിറ്റ് അല്ലേ. അപ്പം അതാണ് കൺട്രോൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ യൂസർ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ യൂസേഴ്സ് അല്ലേ. ഈ ഒരു GPS-ൻ്റെ GPS സിഗ്നൽസിൻ്റെ ഓൾ യൂസേഴ്സിനെ നമ്മൾ യൂസർ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മിലിറ്ററി, അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ്, അതുപോലെ പൈലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സാമ്പിൾസ് പറയാൻ പറ്റും. പിന്നെ ഈ ഒരു GPS-ൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത് ട്രൈലാറ്ററേഷൻ ആണ്. അപ്പം അത് നോക്കുക. പിന്നെ നമ്മൾ മെത്തേഡ് ഓഫ് GPS മെഷർമെൻറ്റ് പറഞ്ഞു അല്ലേ. അബ്സല്യൂട്ട് പൊസിഷനിങ് മെത്തേഡും അതുപോലെ തന്നെ റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡും. അബ്സല്യൂട്ട് പൊസിഷനിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അൺനോൺ പോയിന്റ് വെച്ചിട്ട് നമ്മളൊരു നോൺ പോയിന്റിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു അബ്സല്യൂട്ട് പൊസിഷനിങ് മെത്തേഡ് എന്ന് പറയില്ല. സിമ്പിൾ മെത്തേഡാണ്. സിംഗിൾ GPS റിസീവറാണ് അതിലുണ്ടാവുക. പിന്നെ നമുക്ക് റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ പോയിന്റ് വെച്ചിട്ട് ഒരു നോൺ പോയിന്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നോൺ പോയിന്റ് വെച്ചിട്ട് അൺനോൺ പോയിന്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് പൊസിഷനിങ് മെത്തേഡ് എന്ന് പറയാം. അപ്പം ഇത്രയാണ് നമുക്ക് GPS-ൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഏതാണ് നോക്കാനുള്ളത്? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് EDM അല്ലേ. EDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? EDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ആണ് അല്ലെ. EDM-ന്റെ ഫുൾ ഫോം ചോദിച്ച് കാണാറുണ്ട്. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് അല്ലേ. അതിനെയാണ് നമ്മൾ EDM എന്ന് പറയുന്നത്. പിന്നെ നമുക്ക്
ഈ ഒരു EDMന്റെ യൂസസ് അല്ലേ, EDM എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? EDM യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസൈസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ അല്ലേ, ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ, അതുപോലെ റിഫ്ലക്ഷൻ, മെഷർ പ്രൊപ്പഗേഷൻ, റിഫ്ലക്ഷൻ, റിസപ്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലേ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ EDM യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് EDMലേക്ക് വരുന്ന സമയത്ത് നോക്കാനുള്ളൊരു കാര്യം അതിൻ്റെ ടൈപ്പ് ഓഫ് മോഡുലേഷൻസ് ആണ് അല്ലേ. ടൈപ്പ് ഓഫ് മോഡുലേഷൻസ് അല്ലേ, ടൈപ്പ് ഓഫ് മോഡുലേഷൻസ് വരുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻസും ഉണ്ട്. ഇതിൽ ഫ്രീക്വൻസി ടൈപ്പ് ഓഫ് മോഡുലേഷൻ അല്ലേ, ടൈപ്പ് ഓഫ് മോഡുലേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ടൈപ്പ് ഓഫ് മോഡുലേഷനിൽ ഫസ്റ്റ് ഫ്രീക്വൻസി മോഡുലേഷൻ അല്ലേ, ഫ്രീക്വൻസി മോഡുലേഷൻ. പിന്നെ സെക്കൻഡ് വൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലേ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അതിൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്ത് വെക്കുക, നോ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് അല്ലേ, അവിടെ ആംപ്ലിറ്റ്യൂഡിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല, നോ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലാണെങ്കിൽ എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലാണെങ്കിൽ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് EDM അല്ലേ. അപ്പം ടൈപ്പ് ഓഫ് EDM based on carrier വേവ് അല്ലേ, അതിൻ്റെ ആ ഒരു വേവിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു EDMനെ നമ്മൾ വീണ്ടും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മൈക്രോവേവ് ആണെങ്കിൽ മൈക്രോവേവ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ടെല്ലുറോമീറ്റർ എന്നാണ് പറയാ, ടെല്ലുറോമീറ്റർ. സെക്കൻഡ് വൺ ഏതാണ്? ഇൻഫ്രാറെഡ് അല്ലേ, ഇൻഫ്രാറെഡ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഡിസ്റ്റോമാറ്റ് ആണ്. തേർഡ് വൺ ഏതാണ് വരുന്നത്? തേർഡ് വണ്ണ് വിസിബിൾ ലൈറ്റ് അല്ലേ, വിസിബിൾ ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ അത് നമ്മൾ GOD മീറ്റർ പറയും, GOD മീറ്റർ. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ടൈപ്പ് ഓഫ് EDM ബേസ്ഡ് ഓൺ കേരിയർ വേവ് ആണ്. അതിൽ മൈക്രോവേവ് ആണ് വരുന്നതെങ്കിൽ ടെല്ലുറോമീറ്റർ ആണ് വരിക. ഇൻഫ്രാറെഡ് വേവ്സ് ആണ് വരുന്നതെങ്കിൽ ഡിസ്റ്റോമാറ്റ് ആണ്. വിസിബിൾ ലൈറ്റ്സ് ആണെങ്കിൽ GOD മീറ്റർ ആണ് യൂസ് ചെയ്യുക. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, 3 ഓർത്ത് വെക്കുക. ഓരോന്നിൻ്റെത് സെപ്പറേറ്റ് ചോദിച്ച് കാണാറുണ്ട് എക്സാമിന്. പിന്നെ നമുക്ക് EDMൽ ഓപ്പറേഷണൽ സ്റ്റെപ്സ് ഫോർ EDM അല്ലേ. അപ്പം നമ്മൾ EDM ഫീൽഡിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. EDMന്റെ സ്റ്റെപ്സ് അല്ലേ, EDMന്റെ സ്റ്റെപ്സ് ഇൻ ഫീൽഡ് നോക്കാം. ഏതൊക്കെ സ്റ്റെപ്പാണ് വരുന്നത്? ഫസ്റ്റ് സെറ്റിംഗ് അപ്പ് ആണ്, സെറ്റിംഗ് അപ്പ് ഇൻസ്ട്രുമെന്റ്. സെക്കൻഡ് വൺ എന്താണ്? എയിമിംഗ് ആണ്. തേർഡ് വൺ എന്താണ്? മെഷർമെന്റ് ആണ്. ഫോർത്ത് വൺ എന്താണ്? റെക്കോർഡിംഗ് ആണ്. അപ്പം റെക്കോർഡിംഗ് ആണ് നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് EDMലെ സ്റ്റെപ്പ് നോക്കാനുള്ളത്. സെറ്റിംഗ് അപ്പ് ഇൻസ്ട്രുമെന്റ്, എയിമിങ്, മെഷർമെന്റ്, റെക്കോർഡിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേഷണൽ സ്റ്റെപ്സ് ഓഫ് EDMൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പം EDMൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? EDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ആണ്. അതിൽ നമുക്ക് എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മോഡുലേഷനെ ബേസ് ചെയ്തിട്ട് ഫ്രീക്വൻസി മോഡുലേഷനും ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഉണ്ട്. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ടൈപ്പ് ഓഫ് EDM ബേസ്ഡ് ഓൺ കാരിയർ വേവ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ്, വിസിബിൾ ലൈറ്റ്സ്. മൈക്രോവേവിൻ്റെത് നമ്മൾ ടെലിറോമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഫ്രാറെഡിൻ്റെത് ഹിസ്റ്റോമാറ്റ്, വിസിബിൾ ലൈറ്റിൻ്റെത് ജിയോഡിമീറ്റർ അല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു EDMൻ്റെ സ്റ്റെപ്സ് ഫോർ EDM അല്ലേ, ഫീൽഡിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സെറ്റിംഗ് അപ്പ്, ഇൻസ്ട്രുമെന്റ്, അതുപോലെ തന്നെ എയിമിങ്, മെഷർമെന്റ്, റെക്കോർഡിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് EDMനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും തന്നെ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റിമോട്ട് സെൻസിങ് ആണ് കേട്ടോ. റിമോട്ട് സെൻസിങ്, RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് സെൻസിങ്. ഇതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. റിമോട്ട് സെൻസിങ്ങിൽ എന്തൊക്കെയാണ്? റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതൊക്കെ അല്ലേ, നമ്മളൊരു കാര്യം ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് അല്ലേ, അതിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കളക്ട് ഇൻഫർമേഷൻ വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മളൊരു കാര്യം കേൾക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ റിമോട്ട് സെൻസിങ്ങിനെ ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോമിൽ, അതിൻ്റെ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം അല്ലേ, പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയൽ ലെവൽ റിമോട്ട് സെൻസിങ്. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് അല്ലേ, സ്പേസ് ബോൺ റിമോട്ട് സെൻസിങ് അല്ലേ. അപ്പോൾ 3 റിമോട്ട് സെൻസിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവലിലാണെങ്കിൽ, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം കാരിയിങ് ക്ലോസ് ടു ഗ്രൗണ്ട് ആണെങ്കിൽ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏരിയൽ റിമോട്ട് സെൻസിങ് അല്ലേ. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലാറ്റ്ഫോം കാരിയിങ് സെൻസർ ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ. അതിനെയാണ് നമ്മൾ ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. പിന്നെ സ്പേസ് ബോൺ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ഇൻ സ്പേസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സ്പേസ് ബോൺ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പം 3 ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പം ആ ഒരു പേരും തന്നെ കണക്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ബേസ്ഡ് ഓൺ ലൈറ്റ് അല്ലേ, റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ ലൈറ്റ് സോഴ്സ് ഉണ്ട്. ബേസ്ഡ് ഓൺ ലൈറ്റ് സോഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഒന്ന് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ്. സെക്കൻഡ് വൺ വരുന്നത് പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. പാസീവ് റിമോട്ട് സെൻസിങ്. അതിൽ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺ എനർജി യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ സോഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. റഡാർ സിസ്റ്റം ഒക്കെ പറയുന്നത് അതിനൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. പിന്നെ നമ്മൾ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിനെ നമ്മൾ സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പവറായിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കി വെക്കുക, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും പാസീവ് റിമോട്ട് സെൻസിങ്ങും. അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതായത് റിമോട്ട് സെൻസിങ്ങും അതുപോലെ തന്നെ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് GPS പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? EDM അല്ലേ. EDM ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താണ്? റിമോട്ട് സെൻസിങ് അല്ലേ. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ഇൻഫർമേഷൻ വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നത്, നമ്മളൊരു കാര്യം കേൾക്കുന്നതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. പിന്നെ നമ്മൾ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു റിമോട്ട് സെൻസിങ്ങിനെ. ഏതൊക്കെയാണ്? ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ്, ഏരിയൽ റിമോട്ട് സെൻസിങ്, സ്പേസ് ബോൺ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ട്. ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം കാരിയിങ്
ക്ലോസ് ടു ഗ്രൗണ്ട് ആണെങ്കിൽ അതിന് നമ്മൾ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ക്യാരിയിങ് സെൻസർ ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെ, നിങ്ങൾ ഡ്രോണൊക്കെ ചെയ്യുന്നു, ഡ്രോണിലൊക്കെ ഫോട്ടോ എടുക്കുന്നില്ലേ, അപ്പം അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ സ്പേസ് ബോൺ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ഇൻ സ്പേസിൽ അല്ലെ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളാർ ഓർബിറ്റ് സാറ്റലൈറ്റ്സിനൊക്കെ എക്സാമ്പിൾ ആക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ബേസ്ഡ് ഓൺ ലൈറ്റ് സോഴ്സസ് അല്ലെ, ലൈറ്റ് സോഴ്സസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും പാസീവ് റിമോട്ട് സെൻസിങ്ങും. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഇറ്റ്സ് ഓൺ സോഴ്സ് അല്ലെ, ഇറ്റ്സ് ഓൺ സോഴ്സ് യൂസ് ചെയ്തിട്ടുള്ള റിമോട്ട് സെൻസിങ് നമ്മൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയും. എക്സാമ്പിൾ റഡാർ സിസ്റ്റത്തിന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ആസ് സോഴ്സ് അല്ലെ, സൺ ആസ് സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമുക്ക് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു മോഡേൺ സർവേയിൽ നമുക്ക് എത്രത്തോളം പോർഷൻ പഠിക്കണം എന്നുള്ളത് ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ. അതിൽ റിമോട്ട് സെൻസിങ് ആണെങ്കിലും ടോട്ടൽ സ്റ്റേഷൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ GPS EDM ഒക്കെ അതൊരു ജസ്റ്റ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എത്രത്തോളം വൈഡായിട്ട് പഠിക്കണം എത്രത്തോളം ഷോർട്ടായിട്ട് പഠിക്കണം എന്നുള്ളത് നമുക്കറിയില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നിലും വൈഡായിട്ട് തന്നെ പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കുക. കുറഞ്ഞ ടൈമിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരുപാട് വേറെ ടോപ്പിക്സും നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കാതെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളെ കൂടെ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പഠിക്കുക. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചത് റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല അല്ലേ. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. എക്സ്ട്രാ കാര്യങ്ങൾ അധികം ഒന്നും പഠിക്കാൻ നിൽക്കണം. നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ള മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളുക. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ രീതിയിലാണെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് സെറ്റാക്കി വെക്കുക. നമ്മളെ സിലബസ് ഒക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ കറക്റ്റ് പഠിച്ചത് റെഡിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.